4 മരങ്ങൾ വെട്ടാൻ വെറും 1.5 മണിക്കൂർ, അതും വളരെ വിദഗ്ധമായി വെറും 2 പേരെ കൊണ്ട് ആണ് അവർ ചെയ്തത്. നമ്മളിന്ന് മരം വെട്ടുകാരോടൊപ്പമാണ്, നിങ്ങളും മരം വെട്ടുകാരോടൊപ്പമാണ്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം, ഏവർക്കും നമസ്കാരം. 30ഓളം വിഷയങ്ങളുമായി മാനുവൽ ടിടിഎസ് ചാനൽ. ഒരു ഫോൺ കോൾ. ആ ഫോൺ കോളിന്റെ അങ്ങേത്തലക്കിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഇതാണ്: സേട്ടാ, ഒരു 10 മിനിറ്റ് ഇപ്പോൾ വരാം ഞങ്ങൾ. ഫോണിന്റെ അങ്ങേത്തലക്കിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ് തോന്നുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം നമ്മുടെ മലയാളികളായ മരം വെട്ടുകാരോട് ഒത്തിരി നാളുകളായി പറയുകയാണ്. അത് പലരോടും അന്വേഷിച്ച്, അതുപോലെ പലരെയും ബന്ധപ്പെട്ട്, പലരുടെ റെക്കമെൻഡേഷനിലൂടെ പോയിട്ട് പോലും അവര് വന്നില്ല. ഞങ്ങളുടെ വീടിന് മുൻവശമുള്ള മാവ് ഓരോ മഴ കഴിയുമ്പോഴും ചരിയുകയാണ്. അത് നല്ല ഉയരത്തിലാണ്. ഞങ്ങളുടെ വീടിനെ മറച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വീടിന്റെ വൈറ്റ്നസിന് പായലാകുന്നു എന്നത് കൊണ്ടൊന്നുമല്ല. അത് വീണാൽ അടുത്ത പ്രോപ്പർട്ടിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ് അത് വെട്ടാമെന്ന് കരുതിയത്. വനനശീകരണമല്ല, പ്രകൃതി വിരുദ്ധതയുമല്ല. കഴിഞ്ഞ ഫെബ്രുവരി വരെ മാങ്ങയൊന്നും ഉണ്ടായില്ല. ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു വിക്രമൻ ചേട്ടൻ പറഞ്ഞു, ആ മരത്തിലൊന്ന് വെട്ടിട്ടാൽ മതി, അല്ലെങ്കിൽ നിന്നെ അടുത്ത പ്രാവശ്യം വെട്ടിക്കളയും എന്ന് പറഞ്ഞാൽ മതി, മാങ്ങ ഉണ്ടാവുമെന്ന്. മഴ സീസൺ തുടങ്ങിയല്ലേ, ഇതുവരെ പൂക്കാത്ത മാവ് വെട്ടുന്ന കാര്യം മാവിനോട് തന്നെ ആദ്യം പറഞ്ഞു. സോറിയും പറഞ്ഞു, ക്ഷമിക്കണം, ഇന്ന കാരണങ്ങളാലാണ് നിന്നെ വെട്ടുന്നത്. വളരെ വിഷമത്തോടെയാണ് പറഞ്ഞത്. നീ വീണാൽ അതോടൊപ്പം ഞങ്ങളുടെ പോർച്ചും അതും ഇതെല്ലാം വേരുകളെല്ലാം പൊങ്ങി തകരും. മറ്റുള്ള വീടിനും അത് പ്രശ്നമാവില്ലേ? വീടിനല്ല, ഒരു മസ്ജിദിനും. ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ആരെ? മാവിനെ. അതോടെ ചങ്ങാതി അങ്ങ് പൂത്തു തുടങ്ങി. ഒത്തിരി പൂത്തു. പക്ഷേ 8 മാങ്ങ ഉണ്ടായി. ചെറിയ ഇനം മാങ്ങയാണ്, പഴുപ്പിക്കുന്നത്, ഈ മുത്തിക്കുടിക്കുന്നൊക്കെ പറയുന്ന പോലെ. ഒത്തിരി സന്തോഷത്തോടെ മകൾ പണ്ട് സ്കൂളിൽ നിന്നും കൊണ്ടുവന്ന മാവിൻ തൈയാണ്. അന്നൊക്കെ പറഞ്ഞത് ഭയങ്കര വലിയ സംഭവമാണെന്നാണ്. ഭയങ്കര വലിയ മാങ്ങയാണ്, അത് 3 വർഷം കൊണ്ട് പാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഫലത്തിലുണ്ടായില്ല. അത് വെറും പേരിൽ മാത്രം. സീസൺ മുഴുപ്പിക്കലും തോന്നി. കാരണം ആ മരം വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൂത്ത മാവിന്റെ മാങ്ങ പഴുക്കുന്നത് വരെ ആ മരത്തിനെ അവിടെ നിർത്തി. ഒരു മരം വെട്ടുകാരും വന്നുമില്ല. ഞങ്ങൾ ഒത്തിരി പേരുടെ ഫോണിൽ സംസാരിച്ചത് മാത്രമാണ് മിച്ചം. ഏതാണ്ട് 3-4 മാസമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. ആ കാത്തിരിപ്പ് നീളുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബിനൂസ് പുറത്തിറങ്ങിയപ്പോൾ റോഡിലെ ഇലക്ട്രിക് പോസ്റ്റില് ഒരു ഫോൺ നമ്പർ കണ്ടു. മരം വെട്ടുന്നതിന് മരം വെട്ടുകാരന്റെ ഫോൺ നമ്പറാണ് അത്. ഇന്നലെ രാവിലെ ആ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോഴെന്താണ്, 10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ച് ഫോൺ ചെയ്തതാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്നാൽ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആളിവിടെ എത്തി. മാവ്, ചാമ്പമരം, വാളംപുളി, പേരാല്. എന്നാൽ ഇവയ്ക്കൊന്നും അധികം വണ്ണമൊന്നുമില്ല. മഴക്കാലത്ത് മറ്റുള്ളവർ പറമ്പിൽ വീഴുന്നതുകൊണ്ടാണല്ലോ അത് വെട്ടുന്നത്. ഞാൻ ആദ്യം തന്നെ വാക്കുറപ്പിക്കുന്നതിന് മുമ്പായിട്ട് കാശിന്റെ കാര്യം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ കാശ് ഇത്തിരി കൂടുതലാണ് എസ്റ്റിമേറ്റഡ് തുക. ഞാൻ പറഞ്ഞു, ഇത്രയും വരുമോ? ചില കണക്കുകളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ചോദിച്ചു, അല്ലെങ്കിൽ അയാൾ ചോദിച്ചു, സാർ എന്ത് തരും? ഞാൻ ബാർഗെയിൻ ചെയ്തില്ല. കാരണം ഒരു ചെറിയ പുഞ്ചിരിയോടെ നിന്ന നിൽപ്പിൽ അയാൾ തന്നെ പറഞ്ഞു, 1000 രൂപ കൂടി കുറക്കാം. പിന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലായതുകൊണ്ട് മരം വെട്ടാനുള്ള സമയമൊക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു, വിളിക്കാം, ഒന്ന് ആലോചിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ പറഞ്ഞത്.
അയാൾ പോയി. ഞാൻ മറ്റു ചിലയിടങ്ങളിലേക്ക് ഫോണിൽ വിളിച്ച് ചോദിച്ചറിഞ്ഞു. അപ്പോൾ കരുതി തമ്മിൽ ഭേദം ഇവർ തന്നെയെന്ന്. മലയാളികളുടെ തുകകളാണ് ഇവർ ഇതിലേക്ക് എത്തിയതും എന്നാണ് തോന്നുന്നത്. മലയാളിയുടെ സ്ഥിരം ശൈലിയാണ് എന്തെങ്കിലും തന്നാൽ മതിയെന്ന്. അതാണ് ട്രാപ്പ്. എന്തെങ്കിലും അല്ല, നമ്മുടെ പോക്കറ്റിലെ മുഴുവൻ തുകയും പിന്നെ കടം മേടിച്ച് വരെ കൂലിയായി കൊടുക്കണം. പിന്നെ പോകാൻ നേരം 1000 കൂടി വാങ്ങും. അത് എല്ലാ തരങ്ങളിലും കാണാം. എനിക്കും ഒത്തിരി അനുഭവമുണ്ട്. അത് മറ്റൊന്നുമല്ല, കോൺട്രാക്ട് പറഞ്ഞിട്ട് എല്ലാം കഴിയുമ്പോൾ നമ്മൾ പറയുകയാണ് വളരെ നന്നായി, താങ്ക് യു എന്ന് പറഞ്ഞത് പുകഴ്ത്തിയാൽ അപ്പോൾ അവർ ആവശ്യപ്പെടും ഉദ്ദേശിച്ചതിനേക്കാൾ കട്ടിയായിരുന്നു മരം വിട്ട്. അതുകൊണ്ട് ഒരല്പം കൂടി കാശ് വേണം. നമ്മൾ അടിപൊളി എന്നൊക്കെ പറഞ്ഞതല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാശ് പോവുകയാണ്. ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഒരു റേറ്റ്, അത് ഒരു 1000 രൂപ മാത്രമേ ഞാൻ കുറച്ചുള്ളൂ. അവർ ഓക്കെ പറഞ്ഞു. രാവിലെ 9:15 അവരെത്തി. അവര് പറയുകയാണ്, സേട്ടാ ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി, സേട്ടാ ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി എന്ന് പറയാണ്. അപ്പൊ അവര് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മരം വെട്ടുന്നത് ഭയങ്കര പണിയാണ്, 4000 രൂപ കൊടുക്കണം, ആ മരം വെട്ടുകാരൻ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണെന്നൊക്കെ പറഞ്ഞു. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോ എന്താണ്, നമ്മളോട് കോൺട്രാക്ട് പറഞ്ഞ് സംസാരിച്ച മനുഷ്യൻ വെള്ളമുണ്ടും വെള്ള ഷർട്ട് വിട്ടാണ് വന്ന് സംസാരിച്ചത്. ഇപ്പൊ വന്നപ്പോൾ തനി വർക്കറിനെ പോലെ മുക്കാൽ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് വന്നു. ആളത് തന്നെ, പുറത്തുനിന്ന് ഒരാളല്ല. 9:30 അവർ കട്ടറുമായി മുകളിൽ കയറി. 10:45 മുമ്പായി 4 മരങ്ങൾ വെട്ടി അടുക്കി. ഞാനത് മറ്റൊരാൾക്ക് വിറകിനായി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ മരമൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിക്രം ചേട്ടനോട് തന്നെ പറഞ്ഞു ഇതെല്ലാം എടുത്തേക്കണം കേട്ടാ, ആ ഒരു കണ്ടീഷനാണ് ഞങ്ങൾ മരം വെട്ടുന്നതെന്ന് പറഞ്ഞു. കാരണം അവർക്ക് വിറകിനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ. അവരുടെ മരം വെട്ടുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങൾ വീഡിയോയായി നൽകുന്നത്. അവരോട് ഞങ്ങൾ സംസാരിച്ചു. മരം വെട്ടുകാരായല്ല കേരളത്തിൽ വന്നത്, എന്തെങ്കിലും ഒരു തൊഴിൽ, ഹോട്ടലിലോ മറ്റുള്ള ഏതെങ്കിലും വർക്ക് ചെയ്യാനാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തൊഴിൽ സാധ്യത മനസ്സിലാക്കി. കാരണം അവർ ഒരു മരം വെട്ടുകാരുടെ കൂട്ടത്തിൽ അവർ പോയി, അവർ സഹായിക്കാൻ വേണ്ടി വിളിച്ചതാണ്. മരം വെട്ടുകാരെ വിളിച്ചു, അവരെ ഈ പച്ചയൊക്കെ അല്ലെങ്കിൽ ചെറിയ കൊമ്പൊക്കെ അടുക്കാനായിരുന്നു. അപ്പൊ ഇവര് പറയുന്ന തുകയും അതിന്റെ സമയവും അവരുടെ ഐഡിയാസും കണ്ടപ്പോ ഇവർക്ക് മനസ്സിലായി ഇത് വലിയ ഭാരിച്ച പണിയൊന്നുമല്ല, ഇത് നമുക്ക് ചെയ്യാവുന്നതെന്ന്. അവർ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പഠിച്ചു. അതോടൊപ്പം തന്നെ അവർ ബ്ലേഡുകാരിൽ നിന്ന് വാങ്ങിച്ച് ഒരു കട്ടർ മെഷീൻ വാങ്ങിച്ചു, കുറച്ച് കയറ് വാങ്ങിച്ചു. പിന്നെ അവർ അവരുടെ മനസ്സിനെ ഒരുക്കിയതോടുകൂടി അവർ മരം വെട്ടാൻ കയറി. ആ മരം വെട്ടതിന്റെ തുക പറയാൻ പഠിച്ചു. നമ്മളാണ് തുക പറയാൻ പഠിപ്പിച്ചത്. അതോടെ അവർ പെർഫെക്റ്റ് ആയി. 12 വർഷമായി അവർ ഈ മേഖലയിലുണ്ട്. അരൂരും ചേർത്തലയിലും കുത്തിയോടും എവിടെയും, അരൂർ എവിടെ, ആലപ്പുഴ ജില്ല എവിടെ വിളിച്ചു കഴിഞ്ഞാലും എന്നല്ല പറയുന്നത്, കേരളത്തിൽ എവിടെ വിളിച്ചാലും ഏത് മൂലയിൽ വിളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ എത്തും എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ തന്നു. അവർ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തു. നമ്മളുടെ ഇവിടെ പലതിനും നമ്മളില്ല, തെങ്ങ് കയറാനില്ല, മരം വെട്ടാനില്ല, അങ്ങനെ ഒത്തിരി. അതെ, അവർക്ക് അധ്വാനിക്കാൻ മടിയില്ല, മടുപ്പുമില്ല, നാണക്കേടും മാനക്കേടുമില്ല. ഒരു ദിവസം അവരുടെ വരുമാനം 20 മുതൽ 30,000 രൂപ വരെയാണെന്നറിയുക. അതവർ പറഞ്ഞതാണ്. മാസത്തിൽ ശരാശരി ഏതാണ്ട് 5 ലക്ഷം, 2 ലക്ഷത്തിനും 5 ലക്ഷം രൂപ അവരുടെ കയ്യിൽ കിട്ടും. അതെ, നമ്മുടെ മക്കളും സഹോദരങ്ങളും അനുഭവിക്കേണ്ട കാശാണെന്നറിയുക. നാം വിദേശത്ത് പോയി പലവിധ തൊഴിലെടുത്ത് ജീവിക്കുന്നത് ഏതൊക്കെ തരത്തിലെ തൊഴിലാണ്? അത് അവരോട് ചോദിച്ചാലേ അറിയാൻ പറ്റൂ, അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റൂ അവർ ചെയ്യുന്ന തൊഴിൽ എന്നത്. വാഴ 2 എന്ന സിനിമയിൽ കണ്ടതാണ്.
അവരെ ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരും പലവിധ തൊഴിലുകൾക്കായി പോയി. അതോടൊപ്പം ഇവൻ അതായത് നമ്മുടെ നായകന്റെ കൂട്ടത്തിലുള്ള നായകൻ പറയും, കുറച്ച് നായകന്മാരാണ് അതിലുള്ളത്. ദമ്പതികളെ നോക്കാനായിട്ടാണ് കിട്ടുന്നത്. വൃദ്ധ ദമ്പതികളോട് ചെന്നപ്പോൾ പൈപ്പൊക്കെ അടിച്ചു പൊട്ടിക്കുന്നു അവർ അമ്മ. അപ്പൊ അത് പ്ലംബറിനെ വിളിച്ചു. അപ്പൊ ഒരു പ്ലംബർ വന്നു, ശരിയാക്കി പോയി. പിന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ചു, ഇലക്ട്രീഷ്യൻ വന്നു, അതും ഇയാള്. തോട്ടത്തിന് വിളിച്ചു, എല്ലാത്തിനും ഒരാള്. അത് കഴിഞ്ഞ് അവർ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അത് മലയാളിയാണെന്ന്. അപ്പൊ മലയാളി എന്നത് പലവിധ തൊഴിലുകൾ ചെയ്താണ് പുറത്ത് ജീവിക്കുന്നത്, ഇങ്ങോട്ട് കാശ് വിടുന്നത്. ഇങ്ങോട്ട് വരുമ്പോ വൈറ്റ് കോളറിൽ വരുമെങ്കിലും അവിടെ അവര് പലവിധ തൊഴിലാളികളാണ്. വിദേശത്ത് പോയി ചെയ്യുന്ന നമ്മുടെ മക്കൾ ചെയ്യുന്ന തൊഴിൽ തന്നെയാണ് അവരും ചെയ്യുന്നത്. ബംഗാളികളായാലും ആസാമീസ് ആയിട്ട്, നമ്മളുടെ ഒന്ന് ആസാമീസുകളാണ്, അവരും കേരളത്തിൽ ചെയ്യുന്ന അതിനെ സമ്പാദിക്കാൻ വേണ്ടി തന്നെയാണ്. നാണം നോക്കിയില്ല, മാനം നോക്കിയില്ല. നമ്മേക്കാൾ അല്പം മാന്യതയുണ്ട് ആ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ തൊഴിലുകൾക്ക് എന്ന് ചിന്തിക്കുക. നമ്മുടെ മക്കൾ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ മാന്യമായ തൊഴിലാണ് അവർ ചെയ്യുന്നത് എന്ന് തന്നെയാണ് തോന്നുന്നത്. അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ പണം കായ്ക്കുന്ന മരങ്ങൾ ഇവിടെയും കാണാം എന്നറിയുക. ചായ മാത്രം സൈക്കിളിൽ നടന്ന് വിൽക്കുന്നവർക്ക് പോലും ദിവസം 10,000 ലഭിക്കുന്നുണ്ടെന്നറിയുക. കേരളത്തിൽ തൊഴിൽ യഥേഷ്ടമുണ്ട്, തൊഴിലിടങ്ങളും. ഇലക്ട്രിസിറ്റി ബോർഡിൽ ചായ കൊടുക്കാൻ വന്നിരിക്കുന്ന ഒരു അണ്ണന് കിട്ടുന്നത് മാസം 10,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞത്. അയാൾ വീട്ടിലും, അതായത് തമിഴ്നാട്ടിൽ ഒത്തിരിയധികം സ്ഥലങ്ങൾ വാങ്ങിച്ചു, ഒത്തിരിയധികം പണിക്കാർ അദ്ദേഹത്തിന് കീഴിലുണ്ട്. എന്നോടൊരിക്കല് ക്യാഷ് കൗണ്ടറിൽ വന്നപ്പോ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അതെ, എവിടെയും തൊഴിലുണ്ട്, യഥേഷ്ടമാണ്. തൊഴിലിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനു വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. 1000ങ്ങളും 10,000ങ്ങളും കിട്ടുന്നതുണ്ട്. ഇവിടുത്തെ വണ്ടിക്കടകളിൽ പോലും, അരൂർ പള്ളിയുടെ വാതിക്കലുള്ള വണ്ടിക്കടകളിൽ പോലും ഒരു ദിവസത്തെ കളക്ഷൻ അവർക്ക് 45,000 ആണെന്നാ പറഞ്ഞത്. അതെ, തൊഴിലിടങ്ങളുണ്ട്, പണം സമ്പാദിക്കുന്ന ഇടങ്ങളുണ്ട്. എല്ലാവരും തൊഴിൽ അന്വേഷകരാണെന്ന് അറിയുക. സ്വദേശത്തേക്ക് നോക്കാതെ വിദേശത്തേക്ക് കണ്ണും നെട്ടിയിരിക്കുന്നവരാണ് നമ്മുടെ മക്കള്, നമ്മുടെ എല്ലാവരും. നമ്മൾക്ക് ഇവരുടെ സ്വരമൊന്ന് കേൾക്കാം, അവരെന്താണ് പറയുന്നത് കേൾക്കാം. നമ്മുടെ മരം വെട്ടും കാണാം. പേര് ഇജാസ്. കേരളത്തിൽ വന്നിട്ട് 12 വർഷമായി. എൻ്റെ വീട് ആസാമാണ്. ഞങ്ങൾ മരം വെട്ട പണിയാണ്. എവിടെ വിളിച്ചാലും ഞങ്ങളെ മരം വെട്ടി കൊടുക്കും. എത്ര വർഷങ്ങളായി ഇവിടെ കേരളത്തിൽ വന്നിട്ട് 12 വർഷമായി. 12 വർഷമായി. അപ്പൊ ഇവിടെ ആലപ്പുഴ ജില്ല മാത്രമാണോ അല്ലെങ്കിൽ എറണാകുളം? അല്ല, എറണാകുളം, ആലപ്പുഴ, അങ്ങനെ എല്ലാ സ്ഥലത്തും. കേരളത്തിൽ എവിടെ വിളിച്ചാലും പോകും. ആ, എത്ര അടങ്ങാര മരം ഉണ്ടെങ്കിൽ ഞങ്ങൾ വെട്ടിത്തരും. എത്ര ബുദ്ധിമുട്ടുള്ള മരങ്ങളാണെങ്കിലും വെട്ടിത്തരും. കൂടെ ഉള്ളതാരാണ്? കൂടുതലിന്റെ കൂട്ടുകാരന്റെ പേര്? കൂട്ടുകാരന്റെ പേര് അലി, മുസ്തഫ അലി. അലിയാനെ വിളിക്കുന്നത് മുസ്തഫ അലി കൊണ്ട് പേര്. മുസ്തഫ അലി എത്ര വർഷം വന്നിട്ട് ഒരുമിച്ചാണ് വന്നത്? 14 വർഷമായി. 14 വർഷമായി. ആദ്യം അവിടെ തന്നെ മരം വെട്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടോട്ട് പഠിച്ചു? ഈ മെഷീനെല്ലാം മേടിച്ചു. പിന്നെ നമ്മളെ ഫോൺ നമ്പർ 86388080. ഞങ്ങളത് എൻജോയ് ചെയ്യാം. മരം വെട്ട് വളരെ സിമ്പിളാണ്. 3/4 മണിക്കൂർ കൊണ്ട് അവർക്ക് കിട്ടിയത് എത്രയാണ്? തീർച്ചയായിട്ടും ഇവരെ നിങ്ങൾ വിളിക്കണം. ഇവർ അടിപൊളിയാണ്. കേരളത്തിൽ ഏത് മൂലയിൽ വന്നാൽ വേണമെങ്കിലും മരം വെട്ടും. എത്ര വിദഗ്ധമായി ചെയ്യും. ഞങ്ങളെ പുളിമരത്തിൽ കടന്നില്ല തേനീച്ച ഭയങ്കര വലിയ കൂടായിരുന്നു. ഞങ്ങൾ അപ്പോഴാണ് കാണുന്നത്. പുളിയെ താഴെ നിന്ന് നിങ്ങൾ തടവി കൊടുക്കും, ചാമ്പമരത്തെയും താഴെ നിന്ന് തടവി കൊടുക്കും, മാവിനെയും തടവി കൊടുക്കും, പേരാലിനെയും തടവി കൊടുക്കും, സ്നേഹത്തോടെ പെരുമാറും. പക്ഷെ മുകളിലേക്ക് അവരുടെ കായഫലങ്ങൾ ഞങ്ങൾ നോക്കില്ല. അതെല്ലാം ആർക്കുള്ളതാണ്? പ്രകൃതിയുടെ മക്കൾക്കുള്ളതാണ്, പ്രകൃതി അവകാശമാക്കിയിട്ടുള്ളവർക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് നോക്കിയില്ല, ഈ തേനീച്ചക്കൂടുങ്ങില്ല. ആ തേനീച്ചക്കൂട് എത്ര സിമ്പിളായിട്ടാണ് അവർ ചെയ്തത്. ചേട്ടാ, ഒരു തോട്ടി ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞു, ഇവിടെ തോട്ടിയൊന്നും ഇല്ലല്ലോ. അതിന് ഒരു പൈപ്പ് കിട്ടിയാൽ മതി. ഞാൻ പൈപ്പ് സംഘടിപ്പിച്ചു കൊടുത്തു. ആ പൈപ്പിനെ ചുറ്റി
അവർ തന്നെ സ്പ്രേ, തേനീച്ചനെ ഓടിക്കുന്ന സ്പ്രേ കൊണ്ടുവന്നു. അതുപോലെ അവർ തന്നെ പെട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ചുറ്റി ചെയ്തു. ഞാൻ പറഞ്ഞു അതൊന്നും എടുക്കണ്ട, ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ തേനീച്ചയെ പറഞ്ഞു. ഞങ്ങൾക്ക് തേനും 2 കുപ്പി കിട്ടി. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇവരെ കൊണ്ട് ആവശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. ഞാൻ ഫോൺ നമ്പർ ഇത് എഴുതിയിട്ടുണ്ട്. ഇത് പരസ്യത്തിന് വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് കമ്മീഷൻ മേടിക്കാനല്ല. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. കൈ കൊണ്ട് പിടിക്കാനുള്ള കനവ ഒറ്റ കൈ കൊണ്ട് പിടിക്കാനുള്ള കനവ